ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവള് കൊച്ചിനെ കൊണ്ട് പോയി. അത് നിന്റെ പിടിപ്പേട്. അവരെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തണമെന്ന് പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ആ പറഞ്ഞ തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. അവരെ മുന്നിൽ നിർത്തിയാ നമ്മളിവിടെ ഈ ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് അവരമ്മയും മകളും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോകുന്നവരെ എനിക്കും വേണ്ട. രോഹിത്തെ കേക്ക്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ജീവിക്കാൻ അറിയില്ലാന്ന്. ജീവിതം എന്ന് പറഞ്ഞ പകുതി നാടകമാ. ഇന്നിവിടെ നമുക്ക് ചുറ്റുമുള്ള സകല ഭാര്യ ഭർത്താക്കന്മാരും മറ്റുള്ളവരുടെ മുന്നിൽ കെട്ടിയാടുന്നതേ പക്ക അഭിനയം തന്നെയാ. നിനക്ക് ശ്യാമയും കൊച്ചിനെ ഇഷ്ടമല്ലെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചാ പോരെ. എന്തിനാ അതൊക്കെ പുറത്തെടുത്ത് നീ വെറുതെ ഒന്നിനും കൊള്ളാത്തവനാവുന്നേ? സ്നേഹത്തോടെ ശ്യാമയോട് 2 പുന്നാര വാക്ക് പറഞ്ഞ് കൂടെ നിർത്തണമായിരുന്നു. നിന്റെ കൊച്ചല്ലെങ്കിലും ഇത്രയും നാളെ നീ നിന്റെ കൊച്ചാക്കി കൊഞ്ചിച്ചും താലോലിച്ചും കൊണ്ടു നടന്ന പപ്പിയെ ഒന്നുകൂടിയൊക്കെ സ്നേഹിക്കുന്നതായിട്ടൊന്ന് നടിക്കേ. എന്നിട്ട് തള്ളയും കൊച്ചിനെയും ഇവിടെ അങ്ങ് പിടിച്ചു നിർത്ത്. ഇന്നലെ രാത്രി ആ കൊച്ചിനെ കാണാണ്ടാവേ അതിനെ തിരക്കി ശ്യാമ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് തന്നെയാ നിന്റെ കുഴപ്പം. നീ ഇതൊന്നും അറിയുന്നില്ല. നിന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും നീ മനസ്സിലാക്കുന്നില്ല രോഹിത്തെ. നീ നിന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോന്നു. അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം നീ മനസ്സിൽ കൊണ്ടുവരുന്ന പോരാ, ചെയ്ത് കാണിക്കണം. അമ്മേ, രോഹിത്തെ, എന്നാലേ മകനെന്നുള്ള നിന്റെ കടമ നിനക്ക് ഭംഗിയായി പൂർത്തീകരിക്കാനാവും. അത് വേണം രോഹിത്തെ. അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ച ആ അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതല്ലേ നിശബ്ദമായി നിനക്ക് മുന്നിൽ വന്ന് നിന്ന് തേങ്ങും. സങ്കടം നിന്നെ അറിയിക്കാനാവില്ലല്ലോ അവർക്ക്. അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം നീ എന്ന് വീട്ടുന്നുവോ അന്നേ നിന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടും. ജീവിച്ചിരുന്നപ്പോഴും അവർക്ക് വേണ്ടി നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മരിച്ചു മുകളിൽ നിൽക്കുമ്പോഴെങ്കിലും നിന്റെ കടമ ചെയ്യരോത്തെ. ഞാൻ എന്ത് വേണമെന്ന സുസ്മിത പറയുന്നേ? പ്രതികാരം. അമ്മയെ കൊന്നതിനുള്ള ഒരു മകന്റെ ശക്തമായ പകരം വീട്ടൽ. അതിന് ശ്യാമയും പപ്പിയും ഇവിടെ വേണം. ആ കൊച്ചില്ലെങ്കിൽ അവിടെ ശാലിനി ഉറങ്ങില്ല, വിഷ്ണു ഉറങ്ങില്ല. ശ്യാമയെ വേണമെങ്കിൽ നിനക്ക് എന്ത് വേണേലും ചെയ്യാം, കൊല്ലുക തല്ലുകയോ അങ്ങനെ എന്തും. പക്ഷെ പപ്പി, അവളാണ് നമ്മുടെ താക്കോൽ. അവളെ വെച്ചാവണം ഇനിയുള്ള നമ്മുടെ പ്രതികാരത്തിന്റെ തുടക്കം. ഒടുക്കം സർവനാശവും.